ശിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് ഈശ്വർ മാൽപേ ഇറങ്ങുന്നു. അലക്സ മുഹമ്മദിനൊപ്പം ഈശ്വർ മാൽപേ ചേരുകയാണ്. തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഷിരൂർ ദൌത്യം മൂന്നാം ഘട്ടം എത്തുമ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് ഈ ദൌത്യത്തിന്റെ ഭാഗമാകാൻ എത്തിയതാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. അദ്ദേഹം ഈ സ്യൂട്ട് അണിഞ്ഞ് 2 മണിക്കൂറായി നിൽക്കുന്നു. പോലീസ് അകാരണമായി വൈകിപ്പിക്കുകയാണ്, അനുമതി നൽകുന്നില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട്. എന്താ നിങ്ങളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 6 മണിക്ക് രാവിലെ വന്ന് ഈ സൂട്ടിൽ നിൽക്കുകയാണ്, പോലീസ് എന്താ പറയുന്നത്? ഇവിടെ വന്ന് നേരത്തെ നമുക്ക് പെർമിഷൻ, പിന്നെ പോലീസുകാർ ഇവിടെ എല്ലാവരും അറിയത്തില്ല, പിന്നെ പെർമിഷൻ ഇല്ല നിർത്തുമെന്ന് ചൊല്ലി പിന്നെ ഞാൻ 2 മണിവരെ വെയിറ്റ് പണി ടിസ്കാർക്ക് ഫോണാക്കി, പിന്നെ അസ്പുകാർ ഇപ്പൊ പെർമിഷനായി പിന്നെ പോയിക്കാന്ന് ചൊല്ലി ഇപ്പൊ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോയി എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോ 200-300 കിലോമീറ്റർ ഇവിടെ വന്ന് നമ്മൾ ചായ സഭ കുടിച്ചില്ലേ. 6 മണിക്ക് വന്ന് ഇവിടെ വേലയാക്കാൻ വന്നു. എന്ന് പറഞ്ഞാൽ കീഴെ ഒരു 3 ആളുണ്ട്, അർജുനുണ്ട്, ലോകേഷ്, ജഗന്നാഥ്. അവരുടെ ഒരു ദേഹ ഒരു ഭാഗം ഒരു സിലിട്ടൻ എടുക്കണം, அதுக்கு ஒரு சத்கத்தியாக അതിനായിട്ട് ഞങ്ങൾ വന്ന് ഇപ്പോൾ നമുക്ക് സപ്പോർട്ട് பண்ணணும். ആരാണ്ട് സപ്പോർട്ട് പണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവും. സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. പോലീസ് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പോലീസുകാർ ഇപ്പൊ എസ് പിക്കാർ നമുക്ക് ഫോണാക്കി കീഴെ പോകാൻ ചൊല്ലി ഇപ്പൊ അതിനിപ്പോ ഞങ്ങൾ അനുമതിയിലെ കീഴെ ഇറങ്ങാൻ നോക്കും. ഈ 2 മണിക്കൂർ ഷൂട്ടിനകത്തൊക്കെ നിൽക്കുക ബുദ്ധിമുട്ടല്ലേ? കണ്ടിപ്പാ ഇതുണ്ടല്ലേ, വെള്ളത്തിലുണ്ട് ഒന്നും ആവത്തില്ലേ. വെള്ളത്തിലെ മേലെ ഇരുന്ന് ഒരുപാട് ബുദ്ധിമുട്ട്, ഭയങ്കര ചൂടാവും, വെയിലില് ബുദ്ധിമുട്ട് ഒരുപാട്. ഇപ്പോ എസ് പിയോട് സംസാരിച്ചു, എസ് പിയോട് മറ്റുള്ള എസ് പിക്കാരോട് സംസാരിച്ച് അവർ വെള്ളത്തിൽ പോകാൻ ചൊല്ലി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് അനുമതി നൽകിയിരുന്നാണല്ലോ കളക്ടറൊക്കെ, അല്ലേ? കഴിഞ്ഞ ദിവസം നമുക്ക് അനുമതി കിട്ടിയിരുന്നല്ലേ? ഇന്നലെ വെയിറ്റ് എങ്ങനെ ചൊല്ലി നിങ്ങൾ 6 മണിക്ക് പോയി, അതിൽ ഞങ്ങൾ 6 മണിക്ക് വന്നു. അതിനുശേഷം സമ്മതിച്ചില്ല, ഇന്ന് സമ്മതിച്ചില്ല, ഇന്ന് എന്നിട്ട് സമ്മതിച്ചില്ല. ഇപ്പൊ 8 മണി പിന്നെ അനുമതി കൊടുത്ത് നമുക്ക് കീഴെ ഇറങ്ങണം. നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥ പോലും പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചു കാണിക്കുന്നില്ല. അതേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ആക്കിയാൽ മാത്രമേ ഇത് വേലാവും. സപ്പോർട്ടിലും ഒരുപാട് ബുദ്ധിമുട്ടാണ്. സെലിറ്റനുണ്ടെങ്കിൽ തേടാൻ സപ്പോർട്ട് ആക്കണം. പിന്നെ നമുക്ക് ആൾക്കാരുടെ സപ്പോർട്ട് വേണം. നമ്മൾ ഈ അവിടുന്ന് വീട് പറഞ്ഞ ആടെ ഒരു പൈസ എടുക്കത്തില്ല, എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യും. നമ്മൾ പൈസ ഇപ്പൊ ബാർജിക്കാർ അവരിപ്പോ 95 lakhs രൂപ എടുക്കും, നമ്മൾ പൈസ എടുക്കുക ഇല്ല. പൈസ ഇല്ലാത്ത ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പൈസ ആരുടെ വേണ്ട, സർക്കാരിന്റെ പൈസ വേണ്ട, ആരുടെ പൈസ നമ്മൾ ചെലവാക്കി ഇവിടെ വന്നത്. ഇപ്പൊ ഈ ചെലവാക്കി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്നാക്കും? അവർ പറയുന്നത് സേഫ്റ്റി മെഷേഴ്സ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതൊന്നും നിമ്മ വേണ്ട, നമ്മൾ അവർ ഡ്രഡ്ജർക്ക് വേറെ നമ്മൾ ടയർ കൂപ്പിട്ടിട്ടുണ്ട്, അവർ ചെയ്യുന്നു. അതായത് അവരുടെ നാവിയുടെയോ അല്ലെങ്കിൽ അവരുടെ വിദഗ്ധർ എത്തുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ അവർ അങ്ങനെ പറഞ്ഞ് നേരത്തെ 9.5 ഞങ്ങൾ ആക്കിയിട്ടുണ്ട്, ഇപ്പൊ വേണ്ട പറഞ്ഞ എങ്ങനെ? അപ്പൊ നിങ്ങൾ കേട്ട 9.5 നോട്ട്സിൽ അത്രയും വേഗതയുള്ള നദിയിൽ ഇറങ്ങിയത് താങ്കളാണ്. ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഒരാള് ആറ് പറഞ്ഞില്ല. ഇപ്പൊ ഈ സമയത്തിൽ നിങ്ങൾ വേണ്ട പറഞ്ഞ എങ്ങനെ? അത് നിന്നെ ഞാൻ കേട്ടതൊക്കെ സരി നിങ്ങൾ മുങ്ങാന്ന് ചൊല്ലി. ഇപ്പൊ പുഴ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ എപ്പോ കളക്കുണ്ട്, ഇപ്പൊ ഒരു കളക്കില്ല, ക്ലിയർ ആയിട്ട് സ്വിമ്മിംഗ് പൂൾ അങ്ങനെ ഉണ്ട്. ഇപ്പൊ അടിയിൽ പോയിട്ട് നിങ്ങൾ അടിഭാഗത്തിലെ സിലിട്ടൺ ഒന്ന് മനുഷ്യന്റെ ഭാഗം 60 ദിവസം ഒരു ദേഹം എല്ലാം പോയിട്ട് സിലിട്ടൺ കിട്ടും. ആ സിലിട്ടൺ കിട്ടിയാൽ എടുത്തോണ്ട് വന്ന് നമുക്ക് കാണിക്കും. അങ്ങനെ പ്രതീക്ഷ ഉണ്ട്. കണ്ടിപ്പായിട്ട് എവിടെ കിട്ടിയെങ്കിൽ വീട്ടുകാർക്ക് അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, കണ്ടിപ്പായി എടുത്തു തരാം. ഈശ്വർ മാൽപേയാണ് വൈകാരികമായി സംസാരിച്ചത്. അർജുന്റെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. 60 ദിവസം കഴിയുന്നു, ശരീരം മുഴുവൻ ഡീക്കേ ആകാൻ സാധ്യതയുണ്ട്, ഇനി സ്കെലിട്ടൺ മാത്രമാണ് അവശേഷിക്കുക. അർജുനൊപ്പം രണ്ടുപേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഈ സ്കെലിട്ടനെങ്കിലും കണ്ടെത്താൻ അനുവദിക്കണം എന്നാണ് അദ്ദേഹം വൈകാരികമായി പറഞ്ഞത്. അദ്ദേഹം രാവിലെ 6 മണിക്ക് ഈ സ്യൂട്ടിനുള്ളിൽ കയറിയതാണ്. അത് ഭയങ്കര ചൂടാണ്, അത് ധരിച്ചു നിൽക്കാനെന്ന് ഈശ്വർ മാൽപേ പറയുന്നുണ്ട്. ഈശ്വർ മാൽപേ നേരത്തെ അലക്സ മുഹമ്മദുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഈശ്വർ മാൽപേ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുകയാണ്. അലക്സ മുഹമ്മദ് തത്സമയം വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അലക്സ്, മാൽപേ ദൗത്യത്തിനായി പുഴയിലേക്ക് ഇറങ്ങിയല്ലോ. ഉന്മേഷ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, 8 മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞ മണ്ണുനീക്കം ഇത് ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുന്നു, 9 മണിയാകുന്നു, 8:45 ആകുന്നു. 3/4 മണിക്കൂർ പിന്നിടുമ്പോൾ മണ്ണുനീക്കം ആരംഭിക്കുന്നു. രണ്ടാമത്തെ കാര്യം, 6 മണിക്ക് നേരത്തെ എസ് പിയും കളക്ടറും ഒക്കെ നൽകിയ അനുമതിയെ തുടർന്ന് ഇവിടെ എത്തി സ്യൂട്ട് ധരിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഈശ്വർ മാൽപേ. അദ്ദേഹത്തിന് ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള അനുമതി പോലീസ് നൽകിയില്ല. അങ്ങേയറ്റം വൈകാരികമായാണ് ഈശ്വർ മാൽപേ അല്പം മുമ്പ് 24നോട് പ്രതികരിച്ചത്. ഈ ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് 95 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത്. തനിക്ക് 1 രൂപയുടെ ആവശ്യമില്ല, സൗജന്യമായാണ് താൻ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുന്നത്. 1 രൂപ പോലും തനിക്ക് ആവശ്യമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അർജുന്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിട്ടാണ് വന്നത്. ശരീരമെങ്കിലും കണ്ടെത്തി നൽകും എന്നൊരു വാക്ക് അർജുന്റെ അമ്മയ്ക്ക് നൽകിയിട്ടാണ് വന്നത്. അർജുൻ മാത്രമല്ല, മറ്റു 2 പേർ കൂടി ഈ പുഴയ്ക്ക് അടിയിലുണ്ട് എന്നാണ് ഈശ്വർ മാൽപേ പറയുന്നത്. അവരെ കൂടി കണ്ടെത്താനുണ്ട്.
സ്വന്തം നിലയ്ക്ക് അങ്ങനെ വരുമ്പോൾ ഒരു പിന്തുണ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല, ഒരു സഹകരണം ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനുശേഷം DCയും SP യും വിളിച്ചു. SP ഇപ്പോൾ അദ്ദേഹത്തിന് പുഴയിൽ ഇറങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങേയറ്റം പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം ഈ പരിസരത്ത് തന്നെ, അതായത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പരിസരത്ത് തന്നെ ഈ ലോറിയോ അർജുനുമായി ബന്ധപ്പെട്ട സൂചനകളോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. 60 ദിവസം കഴിയുന്നു, ശരീരം അഴുകി അത് പൂർണ്ണമായി ഡീക്കേ ചെയ്തു പോകാൻ ആ കാലം മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സ്കെലിട്ടൺ എങ്കിലും കണ്ടെത്താൻ അനുവദിക്കണം, അല്ലെങ്കിൽ അതിനെങ്കിലും അനുവദിക്കണമെന്നാണ് അദ്ദേഹം വൈകാരികമായി പറഞ്ഞത്. പുഴ ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. 9.5 നോട്ട്സ് പുഴയ്ക്ക് വേഗത ഉണ്ടായിരുന്നപ്പോൾ ഈ പുഴയിൽ ഇറങ്ങി ഈ തിരച്ചിൽ നടത്തിയ ആളാണ് താൻ. അന്ന് തന്നെ തടഞ്ഞില്ല, അന്ന് തനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ സുരക്ഷാ മുൻകരുതലും മറ്റുമൊന്നും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും പ്രശ്നമായിരുന്നില്ല. പുഴ ഇത്രയും ക്ലിസ്റ്റർ ക്ലിയർ ആവുകയും അതിന്റെ വേഗത 1 നോട്ട്സായി കുറയുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ട് തന്നെ അകറ്റി നിർത്തുന്നു, മാറ്റി നിർത്തുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് പൂർണ്ണമായി അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസമുണ്ട്, ശുഭപ്രതീക്ഷയുണ്ട്. ഈ പുഴയ്ക്കുള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അനുകൂല ഘടകമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയി നമുക്ക് കാണാൻ സാധിക്കും, അതിനുള്ളിൽ നിന്നൊരു സൂചന ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ SP നൽകിയ അനുമതിയെ തുടർന്ന് ഈശ്വർ മാൽപ്പയും പുഴയിലേക്ക് ഇറങ്ങുന്നു. തൊട്ടടുത്ത് തന്നെ ഈ ഡ്രഡ്ജിംഗ് അത് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:45 ഡ്രഡ്ജിംഗ് ആരംഭിച്ചിരിക്കുന്നു, ആ മണ്ണ് നീക്കം ആരംഭിച്ചിരിക്കുന്നു. ആ ഡ്രഡ്ജിംഗിൽ എന്തെങ്കിലും സൂചന ലഭിച്ചാൽ, അതായത് നേരത്തെ ലോഹഭാഗം കണ്ടെത്തിയിരുന്നു, ഇന്നലെ വൈകുന്നേരവും അവിടെ നിന്ന് ലോഹഭാഗം കണ്ടെത്തിയിരുന്നു. കൂടാതെ കൂടുതൽ ലോഹഭാഗത്തിന്റെ അതിന്റെ സാന്നിധ്യമുള്ള പ്രദേശത്താണ് ഈ തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ മണ്ണ് നീക്കം ചെയ്ത് ലോറി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ ആ ലോറിയുടെ കിടപ്പ്, അതെങ്ങനെയാണ് അതിന്റെ പൊസിഷനിങ് എന്നുള്ളതായിരിക്കും ആദ്യം വിലയിരുത്തുക. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. പക്ഷേ അപ്പോഴേക്കും തനിക്ക് ആ സമയം മതി, തനിക്ക് അതിനുള്ളിൽ ഇറങ്ങി അർജുനെ സംബന്ധിച്ച സൂചന ശേഖരിക്കാൻ എന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്, ഡ്രഡ്ജിംഗും ഇത് ആരംഭിച്ചിരിക്കുന്നു. ആ ഷിരൂർ ദൌത്യം 3ാം ഘട്ടം ഇന്ന് ഈ 8:45 ഒരുപക്ഷെ അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അർത്ഥത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ, എന്ന് വേണം മനസ്സിലാക്കാൻ. ഉന്മേഷ, കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഉച്ചയോടുകൂടിയാണ് ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടേക്ക് എത്തിച്ചത്. പക്ഷേ അത് തൊട്ടപ്പുറത്ത് നങ്കൂരം ഇട്ടിരിക്കുകയായിരുന്നു. ഇവിടേക്ക് എത്താൻ തന്നെ ഉച്ചയ്ക്ക് ശേഷം സമയമെടുക്കേണ്ടി വന്നു. ഉച്ചയ്ക്ക് ശേഷം അവരുടെ എത്തിച്ച് അവരുടെ നങ്കൂരമിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ കാത്തിരുന്നു. 5 മണിയോടുകൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥർ, അത് കളക്ടർ അടക്കമുള്ളവർ, SP അടക്കമുള്ളവർ ഇവിടെ എത്തി ആ പരിശോധന നടത്തിയതിനു ശേഷം അനുമതി നൽകിയത്. കേവലം 20 മിനിറ്റോ 25 മിനിറ്റോ പരിശോധന മാത്രം ഇന്നലെ നടന്നു. ഇന്നലെ വാഹനത്തിന്റെ പ്രധാനപ്പെട്ട, അതായത് വെള്ളം ശേഖരിച്ചു വെക്കുന്ന അതിന്റെ ഒരു ബേസ്മെന്റ്, അതിന്റെ ഒരു ലോഹഭാഗമാണ് ഇന്നലെ കണ്ടെത്തിയത്. അതിനർത്ഥം ലോറി അവിടെ ഉണ്ട് എന്ന സൂചന നൽകുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ ഇവിടെ നിന്ന് തടിക്കഷങ്ങളും അതുപോലെ ഈ തടി കെട്ടിയിരുന്ന കയറുമൊക്കെ കണ്ടെത്താൻ സാധിച്ചത് ഈ പ്രദേശത്ത് നടത്തിയ തിരച്ചിലാണ്. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന, അതായത് ആ ലക്ഷ്മണന്റെ കട എവിടെയായിരുന്നോ ആ കടയ്ക്ക് തൊട്ട് താഴെ ഉള്ള പരിശോധനയാണ് കാര്യമായി ഡ്രഡ്ജിംഗ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖലയിൽ തന്നെ ഇറങ്ങി ആ പുഴയ്ക്കുള്ളിൽ, ആ നദിക്കടിയിൽ എന്ത് സൂചന ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഈശ്വർ മാൽപ്പയും സംഘവും ഇരിക്കുന്നു. തിരച്ചിൽ ഇത് ആരംഭിച്ചിരിക്കുന്നു. ഉന്മേഷ, വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഈശ്വർ മാൽപ്പയ്ക്ക് നേരിടേണ്ടി വന്നത്. അദ്ദേഹം വൈകാരികമായി ഇത്രയും കാര്യം പറയണമെങ്കിൽ സ്വാഭാവികമായി പോലീസ് എത്രമാത്രം അദ്ദേഹത്തെ ഈ ദൌത്യത്തിന്, അതായത് പുഴയിൽ ഇറങ്ങുന്നതിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്താണെങ്കിലും SP അടക്കമുള്ളവർ ഇപ്പോൾ അദ്ദേഹത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. വൈകാരികമായി പറഞ്ഞ അങ്ങനെയാണ്, ആ സ്കെലിട്ടൺ എങ്കിലും എടുത്ത് അർജുന്റെ അമ്മയ്ക്ക് നൽകണം എന്ന താൻ വാഗ്ദാനം കൊടുത്തിട്ടാണ് വന്നത്. 1 രൂപ പോലും വാങ്ങാതെ സൗജന്യമായാണ് താൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതിൽ സഹകരിക്കുകയാണ് വേണ്ടത്. പോലീസും മറ്റുള്ളവരും, ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ, നാട്ടുകാർ അടക്കമുള്ളവർ അതിൽ സഹകരിക്കുകയാണ് വേണ്ടതെന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നു. ഇത് ദൌത്യം പുനരാരംഭിച്ചിരിക്കുന്നു.